എൻ്റെ പേര് ജോളി ഷാജി. പാലായിൽ നിന്നും വരുന്നു. പ്ലാസിനാൽ ഇടവകാംഗമാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു സാക്ഷ്യം പറയുന്നതും ഒരു സ്കൂളിൽ പോലും ഒരു സ്റ്റേജിൽ കയറിയിട്ടില്ലാത്തതുകൊണ്ട് എൻ്റെ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2024 മാർച്ച് 3-ാം തീയതിയാണ്. ഞാൻ അന്ന് ഇവിടെ വന്നപ്പോൾ എനിക്ക് ഉടമ്പടി എടുക്കാൻ വേണ്ടി വന്നതൊന്നും അല്ലായിരുന്നു. എനിക്ക് ഒരു ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ച് പോകാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ എൻ്റെ ആങ്ങളയുടെ മോൻ്റെ കൂടെയാണ് ഞാൻ വന്നത്. അപ്പോൾ അവർ പറഞ്ഞു, ആൻറ്റി ഉടമ്പടി എടുക്ക്, മാതാവ് ഇവിടെ ഒത്തിരി കാര്യങ്ങളെല്ലാം സാധിച്ചു തരുന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കുമ്പസാരിച്ചൊന്നും ഇല്ല, ഒരുങ്ങിയൊന്നും അല്ലായിരുന്നു വന്നത്. എന്നാലും അവർ പറഞ്ഞു. ഇപ്പോൾ ഞാനും ഓർത്ത് മാതാവിനോട് ക്ഷമ ചോദിച്ചു. എന്നിട്ട് ഞാൻ ഉടമ്പടി എടുത്തു. ഞാൻ ഉടമ്പടി എടുത്തിട്ട് വീട്ടിൽ ചെന്ന് പിന്നെ കുമ്പസാരിച്ച് ഒരുങ്ങിയാണ് ഞാൻ പ്രാർത്ഥനകളൊക്കെ തുടങ്ങിയത്. ഈ പ്രാർത്ഥന തുടങ്ങി ഞാൻ ആദ്യമായിട്ട് എനിക്ക് 36 വർഷമായിട്ട് ഞങ്ങൾക്ക് വഴിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഉടമ്പടിയിൽ 6 സാക്ഷ്യങ്ങൾ വയ്ക്കണമെന്ന് അച്ഛൻ പറഞ്ഞായിരുന്നു. അപ്പോൾ എനിക്ക് 6 നിയമങ്ങൾ വയ്ക്കണമെന്ന് അച്ഛൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്ത് ഇവിടെ വന്ന് എല്ലാവരും ഒത്തിരി നിയമങ്ങളൊക്കെ പറയുന്നു. എനിക്കതിന് ഒത്തിരി അങ്ങനെ നിയമങ്ങളൊന്നും വയ്ക്കാൻ, അവരെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഒത്തിരി കാര്യങ്ങളൊന്നുമില്ല. എനിക്കെല്ലാം മാതാവ് സാധിച്ചു തരുന്നുണ്ട്. അപ്പോൾ എനിക്ക് അധികം ഒന്നും ഇല്ലായിരുന്നു പറയാൻ. എന്നാലും എനിക്ക് ആദ്യമായിട്ട് എനിക്കൊരു വഴി വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അത് മാതാവിനോട് എൻ്റെ ആദ്യത്തെ ഉടമ്പടി അതായിരുന്നു. പിന്നെ ഞാൻ എന്തൊക്കെയോ എഴുതി, മക്കളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ എഴുതി. അത് കഴിഞ്ഞ് ഞാൻ ഉടമ്പടി എടുത്ത് ഞാൻ വീട്ടിൽ ചെന്ന് 1 മാസം ആയപ്പം 2ാമത്തെ പ്രാവശ്യം ഞാൻ ഇവിടെ വന്ന് ഞാനും എൻ്റെ ഭർത്താവും കൂടി വന്ന് ഉടമ്പടി പത്രം വാങ്ങി എല്ലായിടത്തും വിതരണം ചെയ്തു. ബസ് സ്റ്റാൻഡിലും പള്ളികളിലും ഗവൺമെൻറ് ഹോസ്പിറ്റലിലും ഒക്കെ കൊണ്ടുപോയി പത്രങ്ങൾ കൊടുത്തു. ആ പത്രം കൊടുത്ത് 5ാമത്തെ ദിവസം ഞങ്ങൾക്ക് വഴി തരാമെന്ന് പറഞ്ഞ്, 36 വർഷമായിട്ട് വഴിയില്ലാതിരുന്ന് ഞങ്ങൾക്ക് വഴി തരാമെന്ന് പറഞ്ഞ് അടുത്ത വീട്ടിലുള്ളവർ വിളിച്ചു പറഞ്ഞു. അതിനു മുമ്പ് ഞങ്ങൾ ചോദിച്ചിട്ടൊന്നും അവർ വഴി തന്നിട്ടില്ല. അപ്പം ഇവിടുന്ന് കൊണ്ടുപോയ മാതാവിൻ്റെ ഉപ്പ് ഞങ്ങൾ വിശ്വാസപ്രമാണം ചൊല്ലി നടക്കുന്ന വഴിയിൽ വിതറുന്നുണ്ടായിരുന്നു. അങ്ങനെ ഈ പത്രം കൊടുത്ത് 5 ദിവസം കഴിഞ്ഞു. ഉടമ്പടി എടുത്ത് 41ാമത്തെ ദിവസമാണ് ഞങ്ങൾക്ക് വഴി തരാമെന്ന് അവർ പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾക്ക് വഴി തന്നു. പക്ഷേ വഴി തരാമെന്ന് പറഞ്ഞെങ്കിലും അതിന് 5 ലക്ഷം രൂപ ആവശ്യമായിരുന്നു. അവർ പറഞ്ഞു 5 ലക്ഷം രൂപ വേണമെന്ന്. ഞങ്ങളുടെ ഈ പൈസയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, ഞങ്ങൾക്ക് വഴി വേണം, അല്ലെങ്കിൽ 10 സെൻറ്റ് സ്ഥലം കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് സ്ഥലം ആകെ 56 സെൻറ്റ് സ്ഥലമേ ഉള്ളൂ. അടുത്തൊരു വീട് വന്നാൽ ശരിയാകത്തില്ലോ എന്ന് പറഞ്ഞ് ഓർത്തു. അപ്പോൾ ഞങ്ങൾ മാതാവിനോട് പറഞ്ഞു, ഞങ്ങൾക്ക് എവിടുന്നെങ്കിലും 5 ലക്ഷം രൂപ ഉണ്ടാക്കി തരണം മാതാവേ, ഞങ്ങൾക്ക് വഴി വേണം. നടക്കാൻ പറ്റിയല്ലോ എൻ്റെ ഭർത്താവിന്, മുട്ടിന് വേദനയും നടുവിന് വേദനയൊക്കെയാണ്. അപ്പോൾ മാതാവിനോട് വഴി തരണമെന്ന് ഞാൻ ആഗ്രഹിച്ച് പറഞ്ഞിരുന്നതുകൊണ്ട് മാതാവിനോട് 5 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു. അപ്പോൾ മാതാവ് എനിക്ക് 5 ലക്ഷം രൂപയ്ക്ക് പകരം എനിക്ക് 6 ലക്ഷം രൂപയോളം മാതാവ് ഉണ്ടാക്കി തന്നു. അങ്ങനെ ഞങ്ങൾക്ക് ചോദിച്ചവരെല്ലാവരും എത്ര വേണമെന്ന് ഇങ്ങോട്ട് ചോദിച്ചു തരുമായിരുന്നു. കടമാണെങ്കിലും ഞങ്ങൾ തിരിച്ചു കൊടുക്കാനുള്ള ബാധ്യസ്ഥനാണ്. എങ്കിലും ഞങ്ങൾക്ക് ആ രൂപയെല്ലാം മാതാവിൻ്റെ സാന്നിധ്യത്തിൽ അവരെല്ലാവരും ഞങ്ങൾക്ക് രൂപ തന്ന് ഞങ്ങളെ സഹായിച്ചു. അങ്ങനെ ഞങ്ങൾക്ക് വഴി കിട്ടി. പിന്നെ 2ാമത്തേതെന്ന് പറഞ്ഞാൽ സാക്ഷ്യം എന്ന് പറയുന്നത്, ഞങ്ങളുടെ 2ാമത്തെ മോളുടെ വിവാഹം 1 വർഷത്തിനകം നടക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. കാരണം ഞങ്ങളുടെ മൂത്ത മോള് ഒരു സ്വന്തമായിട്ട് വിവാഹം കഴിച്ച് അവളുടെ ഇഷ്ടത്തിന് പോയതായിരുന്നു. അപ്പോൾ എൻ്റെ ഭർത്താവിനും എനിക്കും ഒരാഗ്രഹം ഉണ്ടായിരുന്നു, ഒരു മോളെയെങ്കിലും നന്നായിട്ട് വിവാഹം കഴിച്ചിട്ട് വിട്ട് കാണാനുള്ള ഒരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഭർത്താവിന് ഭയങ്കര സങ്കടമായിരുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ മാതാവിനോട് അപേക്ഷിച്ചു, എനിക്ക് 1 വർഷത്തിനകം എൻ്റെ കുഞ്ഞിൻ്റെ കല്യാണമെങ്കിലും നടത്തി തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ മാർച്ച് മാസത്തിലാണ് ഞാൻ ഉടമ്പടി എടുത്തത്. ഡിസംബർ മാസം ആയപ്പോഴത്തേക്കും മാതാവ് ഞങ്ങളുടെ മോളുടെ വിവാഹം നടത്തി തന്നു. ജനുവരി 4-ന് ഞങ്ങളുടെ മോളുടെ വിവാഹം കഴിഞ്ഞു. അവർ സന്തോഷമായിട്ട് ജീവിക്കുന്നു. മാതാവിനും ഈശോയ്ക്കും നന്ദി. ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്തും പരിസരത്തും കുളിമുറിയിൽ എന്ന് 2 പാമ്പെങ്കിലും കുളിമുറിയിൽ ഇല്ലാതിരിക്കുന്ന ദിവസങ്ങളില്ല. പിള്ളേർ കുളിക്കാനായിട്ടൊക്കെ കയറുമ്പോൾ പറയും, അമ്മേ പാമ്പുണ്ടോ, പേടിയാ എന്ന് പറയും. അപ്പം ഞാൻ ചെന്ന് ഞങ്ങൾ കൊന്നു കളയും. വിഷപ്പാമ്പുകളാണ്, വളവളപ്പൻ പാമ്പാണ് എന്നും കയറുന്നത്. അതുകൊണ്ട് ഞാൻ എന്നിട്ട് പിന്നെ ഈ മാതാവിൻ്റെ ഉപ്പ് കൊണ്ടുപോയി വീടിൻ്റെ പരിസരത്തും കുളിമുറിയിലും വീടിൻ്റെ ചുറ്റും എല്ലാം വിതറി. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു പാമ്പ്, തലയില്ലാത്ത ഒരു പാമ്പ് മുറ്റത്ത് കിടക്കുന്നു. അപ്പോൾ അതിൽ പിന്നെ ഇതുവരെ ഒരു പാമ്പിനെ പോലും ഞങ്ങൾക്ക് മാതാവ് കാണിച്ചു തന്നിട്ടില്ല.
വീട്ടിൽ ഇതുവരെ ഒരു പാമ്പ് കയറിയിട്ടുമില്ല. മാതാവിൻ്റെ അനുഗ്രഹമാണ്. ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ മാസവും ഇവിടെ വന്ന് ഒരു 4 കെട്ട് പത്രമെങ്കിലും മേടിച്ച് എല്ലായിടത്തും കൊണ്ടുപോയി വിതരണം ചെയ്യും. മരിയ സദനത്തിൽ പോയി കാരുണ്യ പ്രവർത്തനങ്ങളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും ഒക്കെ ചെയ്യും. മരിയ സദനത്തിൽ വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രങ്ങളും ധനസഹായവും ഒക്കെ ചെയ്യും. പാവപ്പെട്ടവർക്ക് ഭക്ഷണപ്പൊതികൾ വിതരണം ചെയ്യുന്നുണ്ട്. പ്രാർത്ഥനകൾ ഞാൻ എല്ലാ ദിവസവും 1/2 മണിക്കൂർ ബൈബിൾ വായിക്കും. ഡെയിലി ബ്രെഡ് എല്ലാ ദിവസവും കാണും. യൂട്യൂബിൽ എല്ലാ ദിവസവും 2 ധ്യാനം വെച്ചെങ്കിലും കൂടുന്നതാണ്. സാക്ഷ്യങ്ങളും കേൾക്കും. ഡെയിലി ബ്രെഡും സാക്ഷ്യങ്ങളും എല്ലാവർക്കും അയച്ചു കൊടുക്കും. ഒത്തിരി ഷെയർ ചെയ്യുന്നുണ്ട്. സ്വഭാവത്തിൽ എൻ്റെ സ്വഭാവത്തിൽ ഒത്തിരി മാറ്റം വന്നു. കാരണം ഞാൻ ഞായറാഴ്ച ദിവസം മാത്രമാണ് പള്ളിയിൽ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഇവിടെ വന്നത് പിന്നെ എനിക്ക് ഇപ്പോൾ ഈ 2 മാസമായിട്ട് ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നുണ്ട്. ഞാനൊരു തയ്യൽക്കാരത്തിയാണ്. അപ്പോൾ എനിക്ക് ജോലി എല്ലാം തീർത്തിട്ട് വേണം എനിക്ക് തയ്യലിന് പോകാൻ. അതുകൊണ്ട് ഞാൻ പള്ളിയിൽ പോകാറില്ലായിരുന്നു. ഒരു ഞായറാഴ്ച മാത്രമാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഞാൻ എല്ലാ ദിവസവും രാവിലെ ആയിട്ട് പള്ളിയിൽ പോയിട്ട് വന്നതിന് ശേഷമാണ് എൻ്റെ ജോലികളെല്ലാം തീർത്തിട്ട് ഞാൻ എൻ്റെ തയ്യൽ ജോലിക്ക് പോകുന്നത്. അതുകൊണ്ട് എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. എൻ്റെ ജോലികൾക്ക് നല്ല പുരോഗമനവും ഉണ്ട്. ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി. ഈ സമയഘടികാരം നെഞ്ചിൽ ചാർത്തി ഇവിടെ പ്രത്യക്ഷപ്പെട്ട ഈ അമ്മ മാതാവിൻ്റെ മുമ്പിൽ എനിക്ക് സാക്ഷ്യം പറയാൻ സാധിച്ചതിന് ഞാൻ 1000 നന്ദി പറയുന്നു. മനുഷ്യരുടെ മുമ്പാകെ ഏറ്റുപറയുന്നവനെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. മത്തായി 10:32 എന്ന് പറഞ്ഞ പോലെ എനിക്ക് ഈ സാക്ഷി ഇവിടെ വന്ന് പറയാഞ്ഞിട്ട് ഭയങ്കര വിഷമമായിരുന്നു. എനിക്ക് ഉടമ്പടി എടുത്ത് ഒരു ആദ്യം പുതുക്കുന്നതിന് മുമ്പ് തന്നെ എനിക്ക് കിട്ടിയ 41-ാം ദിവസം തന്നെ കിട്ടിയ സാക്ഷ്യമാണ്. എനിക്കത് പറയാത്തതുകൊണ്ട് വലിയ വിഷമമായിരുന്നു. ഇപ്പോൾ എനിക്ക് സന്തോഷമായി. അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം 34-ാം അധ്യായത്തിൽ 25 മുതലുള്ള തിരുവചനങ്ങൾ അരുളി ചെയ്യുന്നു. അവരുമായി ഒരു സമാധാന ഉടമ്പടി ഞാൻ ഉറപ്പിക്കും. അവർക്ക് വിജനപ്രദേശങ്ങളിൽ സുരക്ഷിതമായി വസിക്കാനും വനത്തിൽ കിടന്ന് ഉറങ്ങാനും കഴിയുമാറ് വന്യമൃഗങ്ങളെ ദേശത്ത് നിന്ന് ഞാൻ തുരത്തും. അവരെയും എൻ്റെ മലയ്ക്ക് ചുറ്റുമുള്ള സ്ഥലങ്ങളെയും ഞാൻ അനുഗ്രഹിക്കും. കർത്താവിൻ്റെ കൂടാരമായ കൃപാസനത്തിൽ വന്ന് ഉടമ്പടിയെടുത്ത് ഇന്ന് ആദ്യമായിട്ടാണ് തൻ്റെ ജീവിതത്തിൽ ഒരു സ്റ്റേജിൽ കയറി നിൽക്കുക. സ്കൂളിൽ പഠിച്ചപ്പോൾ പോലും തനിക്കതിന് സാധ്യത, അതായത് പേടിയായിരുന്നു. എന്നാൽ ഇന്ന് അമ്മയുടെ തിരുനടയിൽ വന്ന് ഉടമ്പടിയെടുത്ത് തൻ്റെ 4ാമത്തെ പുതുക്കലിൽ ജോളി ഷാജി എന്ന ഈ മകൾക്ക് തൻ്റെ ജീവിതത്തിൽ താൻ ഒരിക്കലും ചെയ്തിട്ടില്ലാത്ത, തന്നെ കൊണ്ടൊരിക്കലും സാധ്യമല്ല എന്ന് കരുതിയിരുന്ന ഒരു സ്റ്റേജൊക്കെ മറ്റുള്ളവരെ അഭിമുഖീകരിച്ച് 2 വാക്ക് സംസാരിക്കുക, അത് ഇന്ന് തനിക്കിവിടെ നിവൃത്തിയായി. അതും ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട ഒരു സാക്ഷ്യമായിട്ട്, ഉടമ്പടിയിലൂടെ ഉടനടി പരിഹാരമായിട്ട് തനിക്ക് ലഭിച്ച ഒരു കൃപയായി ഈ മകളിവിടെ ഏറ്റുപറയുന്നുണ്ട്. എത്രയോ മക്കളാണ് ഈ കൃപാസന അൾത്താരയിൽ വന്ന് ആദ്യമായിട്ട് സ്റ്റേജിൽ കയറി, അതായത് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് 2 വാക്ക് സംസാരിക്കുന്നത് ഈ ഉടമ്പടി എടുത്തതിന് ശേഷം എന്ന് പറയുന്ന എത്രയോ സാക്ഷ്യങ്ങൾ നമുക്കുണ്ട്. അതുതന്നെ വലിയ കൃപയാണ്. അതായത് നമ്മെ താങ്ങുന്ന ഒരമ്മ, സ്വർഗത്തിൻ്റെ അമ്മയാണ് കൂടെയുള്ളത്. ഉടമ്പടിയിലൂടെ കിട്ടുന്ന സംരക്ഷണം, ആത്മധൈര്യം, അത് നാം ഇതുവരെയും ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുവാനായിട്ട് നമുക്ക് വഴിയൊരുക്കുകയാണ്. പിന്നീട് തൻ്റെ ഉടമ്പടി ജീവിതത്തിലൂടെ ഉടമ്പടി എടുത്ത് 41-ാമത്തെ ദിവസം 5 വർഷമായിട്ട് തങ്ങൾ ആഗ്രഹിക്കുന്ന 36 വർഷമായിട്ട് തങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വഴി ലഭിക്കണമെന്ന്. എന്നാൽ അതിന് യാതൊരു ചാൻസും ഇല്ലായിരുന്നു. പലപ്പോഴും പൈസ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും കിട്ടാതിരുന്ന അവസ്ഥയിൽ ഉള്ള ആ സാഹചര്യത്തിൽ ഉടമ്പടി നേർച്ച വസ്തുക്കൾ തങ്ങൾക്കുള്ള നടപ്പ് വഴിയിലിട്ട് പ്രാർത്ഥിക്കുന്നു. പിന്നീട് ഇങ്ങോട്ട് വിളിക്കുകയാണ്, വഴി കൊടുക്കില്ല എന്ന് പറഞ്ഞിരുന്നവർ. അങ്ങനെ പൈസ ആവശ്യമായിരുന്നു. 5 ലക്ഷം വേണം. 6 ലക്ഷമാണ് പലരിൽ നിന്നായി തങ്ങൾക്ക് കിട്ടിയത്. തങ്ങളത് തിരിച്ചു കൊടുക്കണം. എന്നിരുന്നാലും ആ സമയത്തിന് സാഹചര്യത്തിനനുസൃതമായി തങ്ങൾക്കത് ലഭിക്കുവാൻ ഇടവന്നു. ഇപ്പോൾ നല്ല ഒരു റോഡ് തങ്ങൾക്ക് ലഭിച്ചു. തങ്ങളുടെ വീട്ടിലേക്ക് വഴി, വെള്ളം, ഇങ്ങനെയുള്ള പ്രാഥമിക ആവശ്യങ്ങൾ എത്രയോ പേർക്കാണ് ഉടമ്പടിയിലൂടെ സാധ്യമാകുന്നത്. അതിന് 41 ദിവസമേ എടുത്തുള്ളൂ. അമ്മ
ഏറ്റവും പ്രയാസമേറിയ കാര്യം 38 വർഷമായി തളർവാദമായി കിടന്ന കുളക്കരയിൽ ബെത്സൈദ കുളക്കരയിൽ കിടന്ന ആ മകനെ സുഖപ്പെടുത്തിയ കർത്താവ് 36 വർഷമായിട്ട് വഴിയില്ല. ഇവിടെ കൃപാസനം ഒരു കുളമാണ്. ഇവിടെ എല്ലാ ദിവസവും വെള്ളമിളകുന്നുണ്ട്. ബെത്സൈദ കുളക്കരയിൽ വർഷത്തിലൊരിക്കലേ 38 വർഷത്തിലൊരിക്കലേ വെള്ളമിളകുകയുള്ളൂ. എന്നാൽ ഇവിടെ എല്ലാ ദിവസവും വെള്ളമിളകിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ മാലാഖ പറന്നു നടക്കുന്നു. പരിശുദ്ധ അമ്മയാകുന്ന മധ്യസ്ഥത്തിലൂടെ എങ്ങനെയാണ് കൃപകൾ നേടുവാൻ ഓരോ മക്കൾക്കും അവസരം ലഭിക്കുന്നത് എന്നുള്ളതാണ് നാം ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ തങ്ങൾക്ക് വളരെയേറെ കഷ്ടതകളിലൂടെ കടന്നുപോയ സാഹചര്യങ്ങൾ, സമയച്ചുരുക്കത്തിൻ്റെ അമ്മ ഒരു വലിയ ഭാരമായിരുന്നു തങ്ങൾക്ക് വഴിയില്ല എന്നുള്ളത്. അത് ഭാരലഘുത്വം ഒക്കെയായി അമ്മ എങ്ങനെ തങ്ങൾക്കത് നിർവഹിച്ചു തന്നു. വീണ്ടും തൻ്റെ മകളുടെ വിവാഹ ആവശ്യവും അതുപോലെ തന്നെ ഇഴജന്തുക്കളിൽ നിന്നുള്ള സംരക്ഷണം, ഇതൊക്കെ ഇവിടെ പറയുമ്പോൾ നാം വായിച്ചു കേട്ട തിരുവചനം പോലെ സുരക്ഷിതമായി വിജനപ്രദേശങ്ങളിൽ സുരക്ഷിതമായി വസിക്കാനും വനത്തിൽ കിടന്നുറങ്ങാനും കഴിയുമാറ് വന്യമൃഗങ്ങളെ തുരത്താൻ കഴിയുന്ന തമ്പുരാൻ, ആ തമ്പുരാൻ്റെ ശക്തി അത് നമ്മുടെ വീടിന് ചുറ്റുമുണ്ട്. ഉടമ്പടിയെടുത്ത മക്കൾക്ക് ഉടനടി പരിഹാരവും സംരക്ഷണവുമായി ദൈവമാതാവ് തന്നെ കൂടെ വരുന്നു. നമുക്ക് അതുപോലെ ഈ മകള് കാരുണ്യ പ്രവർത്തനങ്ങൾ, പ്രേക്ഷിത പ്രവർത്തനം, തൻ്റെ ആത്മീയ ജീവിതം, തനിക്ക് ഒന്നിനും സമയമില്ലായിരുന്നു. തനിക്ക് സ്റ്റിച്ചിങ് മാത്രം, അത് തൻ്റെ വരുമാന മാർഗമായതുകൊണ്ട് അതിൽ ശ്രദ്ധിക്കുന്നു. എന്നാൽ ഇന്ന് എല്ലാം നടക്കുന്നു. ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ തീഷ്ണതയുള്ള മകളായി വിശുദ്ധ കുർബാനയിൽ സജീവ പങ്കാളിത്തം, എല്ലാ ദിവസവും തന്നെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നു. അതുകൊണ്ട് തനിക്ക് നഷ്ടമൊന്നും വന്നില്ല, തൻ്റെ വരുമാന മാർഗം വർദ്ധിച്ചു എന്നാണ് ഈ മകൾ ഇവിടെ പങ്കുവയ്ക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന കൃപകൾ അതെല്ലാം തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. എന്നാൽ ഉടമ്പടിയിലൂടെ ഉടമ്പടി ജീവിതം നയിച്ച് നമുക്ക് കിട്ടുന്ന കൃപകൾക്ക് നന്ദിയുള്ളവരായിട്ട് നാം മുമ്പോട്ട് പോകുമ്പോൾ ഉടമ്പടി നിബന്ധനകൾ പാലിക്കുവാൻ നാം നമ്മെ തന്നെ എളിമപ്പെടുത്തി നാം നമ്മെ തന്നെ വിട്ടുകൊടുക്കുമ്പോൾ ദൈവം പ്രവർത്തിക്കുന്നതിന് കൂടുതൽ വഴി തെളിയുകയാണ്. നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.